ഹായ് ഹലോ നമസ്തേ. കഫ്ലിസിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് വീണ്ടും ഒരിക്കൽ കൂടി എല്ലാവർക്കും ഹാർദമായ സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ നമ്മൾ ഒരു റിവ്യൂ ആയിട്ടാണ് വന്നേക്കുന്നത്. സിനിമയുടെ അല്ല, നമ്മളെ കരിക്കിന്റെ റിവ്യൂ ആണ്. കരിക്കിന്റെ റിവ്യൂ വർഷത്തിൽ ഒരിക്കലൊക്കെ വീഡിയോ ഇടും. അടുത്ത എപ്പോഴെന്ന് അടിപൊളി കാര്യത്തിലോട്ട് വരണ്ട എവിടെ തുടങ്ങാം. അപ്പൊ സ്റ്റോറി ബേസ് നോക്കുകയാണെങ്കിൽ എങ്ങനെയുണ്ട് നിങ്ങളുടെ? രണ്ട് എപ്പിസോഡാണ് ഇറങ്ങിയത്. അല്ല, എപ്പിസോഡിന്റെ പേര് പറഞ്ഞില്ല, എന്തുവായിരുന്നു? സംതിങ് ഫിഷി. അതില് ഒരു ഇതും പിന്നെ ഒരു ഫൈനൽ എപ്പിസോഡാണ് ഇറങ്ങിയത്. അതില് നിങ്ങള് എങ്ങനെയുണ്ട് സ്റ്റോറി ബേസ് നോക്കാം? എടാ, ഫസ്റ്റ് എപ്പിസോഡ് ഒരു ജസ്റ്റ് ഓക്കെ ആയിരുന്നു. സെക്കൻഡ് എപ്പിസോഡ് എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. എനിക്ക് ഫസ്റ്റ് എപ്പിസോഡ് അത്ര ഒരു എനിക്ക് സെക്കൻഡ് എപ്പിസോഡാണ് കുറച്ചുകൂടെ. എനിക്ക് സെക്കൻഡ് എപ്പിസോഡാണ് കുറച്ച്. ഫസ്റ്റ് എപ്പിസോഡ് ഒരു ആവറേജ് രീതിക്ക് നമുക്ക് കിട്ടിയിട്ടില്ല. അത് എവിടെയോ മിസ് ചെയ്യുന്നുണ്ട്. പക്ഷെ പണ്ട് ഫുള്ള് കോമഡി ആയിരുന്നു. ഇപ്പം പക്ഷേ ഇപ്പൊ യൂട്യൂബില് ഈ പ്ലാറ്റ്ഫോമില് സത്യം പറഞ്ഞ സിനിമാറ്റിക് രീതിയിൽ കുറെ കാര്യങ്ങളായിട്ട് പിടിക്കുന്നത് ഇവര് മാത്രമേ ഉള്ളൂ. ഇത് സത്യം പറഞ്ഞ ഒരു സിനിമ രൂപത്തിൽ വളർന്നു വരും. ഇപ്പൊ എടുത്ത ഈ ഒരു സ്റ്റോറി ഉണ്ടല്ലോ, അത് കണക്ട് ചെയ്തേക്കുന്ന രീതിയില്ലേ, അതായത് എത്രയും തിങ്ക് ചെയ്ത്. അതായത് അതുപോലെ എനിക്ക് ഇതിനകത്ത് ഇഷ്ടപ്പെട്ട ഇതിന്റെ എഡിറ്റിംഗ് കട്ട്സ് ഒക്കെ അടിപൊളിയായിരുന്നു കൊണ്ടുവന്നിട്ട്. അതാ എഴുത്തിന്റെ ഭംഗിയാണ്ട്. അതായത് ഇവിടുന്ന് മറ്റേ സ്ഥലത്ത് ഷൂട്ട് ചെയ്യുമ്പോഴത്തേക്കും ഇവിടെ നടക്കുന്ന കാര്യം അയാൾ അവിടെ നിന്ന് പറയുന്നുണ്ട്. ട്രാൻസിഷൻ അല്ലേ, അത് അങ്ങനത്തെ കുറെ ഭാഗത്തുണ്ട്. ലോലൻ ഇത് സിഗരറ്റ് ഇങ്ങനെ വലിക്കുന്ന സമയത്ത് ഞാനും എപ്പോഴും ശബരീഷ് മറ്റേ അമ്മയോട് സംസാരിച്ചു. ഞാൻ അമ്മ അങ്ങനെയല്ല വളർത്തുന്നത്. പിന്നെ കരിക്ക് നമ്മള് കോമഡിയാണ് എപ്പോഴും പ്രതീക്ഷിക്കുന്നത്. പക്ഷെ അത് എപ്പോഴും കിട്ടാറില്ല. സിനിമ എടുക്കാം, അത് വരൂടാ. രണ്ട് എപ്പിസോഡ് കൂടെ തന്നെ 2 മണിക്കൂറുണ്ട് ഒരു സിനിമ. ഇപ്പൊ ഏത് ഉജ്ജ്വലവും ഇപ്പൊ ഇറങ്ങിയ മറ്റേ 3 വാക്കൊക്കെ 2 മണിക്കൂറേ ഉള്ളൂ. അപ്പോഴത്തേക്കും അവർക്ക് സിനിമയായിട്ട് വരും. പിന്നെ അവരുടേതായ ഒരു സമയം എടുക്കുമല്ലോ. ഇടയ്ക്ക് വെച്ചത് ഒരു സിനിമയ്ക്ക് വരുമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. സിനിമ വരുന്നുണ്ടെന്നൊക്കെ പറഞ്ഞു. അതൊക്കെ പിന്നെ അറിയാനില്ലല്ലോ അതിനെ പറ്റി. പിന്നെ ഇതില് ഇപ്പൊ സംതിങ് ഫിഷിൽ നിന്റെ പേഴ്സണൽ ഫേവറേറ്റ് ക്യാരക്ടർ ആരാണ്? അതിനൊക്കെ അനിയനായിരിക്കും. അതായത് നമ്മുടെ ജോർജ്. നിന്റെ കിരണി കയറി എന്റെ മറ്റേ കൃഷ്ണചന്ദ്രൻ എന്ന് പറയുന്ന ഡിറ്റക്റ്റീവ്. അത് പുള്ളി അല്ലെങ്കിലും എന്താണ് എല്ലാത്തിലും സ്കോർ ചെയ്തിട്ടേ പോവുള്ളൂ. പക്ഷേ എനിക്ക് പുള്ളിയുടെ കിരണ ഒറ്റയ്ക്കാണ് ഈ കേസ് തെളിയും. പക്ഷെ ആ ഡിറ്റക്റ്റീവ് ആണെന്ന് വന്നുകൊണ്ടാണ്. പക്ഷെ അവരെ ഇതിൽ ഇത്രയും ആക്ടേഴ്സ് ഉണ്ടെങ്കിൽ എനിക്ക് അവനെ കൃഷ്ണചന്ദ്രൻ മാത്രമാണ് ആ ക്യാരക്ടർ മാത്രമാണ് പുള്ളി മാത്രമാണ് എല്ലാ റോളും. ഈ കൃഷ്ണാന്ദ്രനാണ് ഇത് എഴുതിയിരിക്കുന്നത് സ്ക്രിപ്റ്റില്. കൃഷ്ണാന്ദ്രൻ ഉണ്ട്, പിന്നെ അഭിജിത്ത് കൃഷ്ണ എന്ന് പറഞ്ഞിട്ടുള്ളവർ രണ്ടുപേരും കൂടെയാണ് സ്ക്രിപ്റ്റ് എഴുതിയിരിക്കുന്നത്. അഭിലാഷോ അല്ല അഭിജിത്ത് കൃഷ്ണയാണ് ചെയ്തേക്കുന്നത്. അപ്പൊ കൃഷ്ണചന്ദ്രനാണ് എന്റെ പേഴ്സണൽ ഫേവറേറ്റ്. കരിക്കില് എല്ലാ വേഷവും അടിപൊളിയായിട്ട് ചെയ്യാൻ. എനിക്ക് പുള്ളിയുടെ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട മറ്റേ അതാണ് ഈ പെണ്ണ് കാണാൻ പോവില്ലേ, അത് അടിപൊളിയല്ലേ. അങ്ങനെ എന്തോ പേര് കുട്ടിക്ക് പാടില്ല. പിന്നെ എനിക്ക് വെറ്റിനെ വെച്ചിട്ട് എനിക്ക് സൂത്രം അങ്ങനെ കുറെ. പിന്നെ ബോലോ താരാന്നൊക്കെ പറഞ്ഞിട്ട് ഓണം എപ്പിസോഡ് കരിക്കിന്റെ ഒരു പ്രൈം ടൈം ആയിരുന്നു. നമ്മളെല്ലാം ഇഷ്ടപ്പെട്ട് അതോർത്തൊരു കൊച്ചു എപ്പിസോഡ് ഇറക്കിയാൽ തിരിച്ചു വരും. പക്ഷെ ഇറക്കണില്ല. എല്ലാം അവരെല്ലാ കാര്യവും ട്രൈ ചെയ്തോണ്ടിരിക്കണ്ട്. അവരെല്ലാവർക്കും എല്ലാ രീതിയിലും. പിന്നെ വലിയ ഗ്യാപ്പ് എടുക്കണം. അതാണ് ഗ്യാപ്പ് ഇത്രയും വരണം. അത് എന്തെന്ന് അറിയണ്ട. അവർക്കെല്ലാം മറ്റേ അവർക്ക് ഇത് മാത്രമല്ലല്ലോ, ജോലിയെല്ലാം ഇല്ലേ, പിന്നെ എല്ലാ ഫാമിലി കാര്യം എല്ലാം കാണും. അപ്പൊ അതായിരിക്കും
പിന്നെ പിന്നെ അവര് മറ്റേ ഇന്റർവ്യൂലൊക്കെ പറഞ്ഞിട്ടുണ്ട് അവർക്ക് ഏറ്റവും കൂടുതൽ വരുമാനം വരണത് തന്നെ അവർ ഈ അഡ്വർടൈസ്മെന്റ് വഴിയാണ്. ഇതിനകത്തൊരു കൈരളി TMT ഇപ്പൊ ഇത് കണ്ടപ്പോ എത്ര പരസ്യം വന്നറിയുമോ യൂട്യൂബ് കൈരളി TMT പരസ്യം കൈരളി TMTയുടെ പരസ്യം അവര് വേറെ ഏതോ ഉണ്ടായിരുന്നല്ല ഇതിനകത്ത്. വേറെ ഉണ്ട് വേറെ ഉണ്ടായിരുന്നു ലക്ഷ്യമാണെന്ന് തോന്നുന്നു വേറെ അതിന്റെയൊക്കെ. കൈരളിയിലാണ് മെയിൻ ആയിട്ട് അവര് ഇതിൽ പറഞ്ഞത്. അപ്പൊ അവർക്ക് അഡ്വർടൈസ്മെന്റ് നിന്നാണ് കൂടുതൽ ഇൻകം വരണത്. ഈ പ്രത്യേകിച്ച് യൂട്യൂബിലൊക്കെ വന്ന് പെട്ടെന്നൊക്കെ വീഡിയോസ് ഇടുമ്പോഴേ അവരെ വ്യൂസ് എന്ന് പറയുന്ന ഇൻകത്തിനെക്കാളും കൂടുതൽ അവർക്ക് സ്പോൺസർ അതിന് മതി. അപ്പൊ എന്തായാലും ഒരു കംബാക്ക് ഉടനെ നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. ഇത് മോശമൊന്നുമല്ല, കോമഡി രീതിക്കുള്ള കംബാക്ക് കരിക്കുന്നു. വീണ്ടും ഒരുപാട് പ്രതീക്ഷിക്കുന്നു. അതൊക്കെയാണ് കാര്യം. അപ്പൊ ഇനി എന്താണ് നമ്മൾ പുതിയ വീഡിയോയുമായി ഞങ്ങൾ ഉടനെ വരാം. അൻറ്റിൽ ദെൻ ടൈം കട്ട്.